അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മുഖ്യ യജമാനനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. കൊരട്ടി ഖന്നാനഗറിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ 2 മക്കൾക്കും വെട്ടേറ്റു. ഒരാളുടെ നില ഗുരുതരം. പുനീർകുളം കുരഞ്ഞിയൂരിൽ ചകിരി കമ്പനിയിൽ വൻ തീപിടുത്തം. കമ്പനിയിലെ മെഷീനറികളും അസംസ്കൃത വസ്തുക്കളും പൂർണ്ണമായും കത്തിനശിച്ചു. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. രാഷ്ട്രീയത്തിൽ ശുദ്ധത അനിവാര്യമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രാഷ്ട്രീയ വഞ്ചനയും അഴിമതിയും പാടില്ലെന്നും മന്ത്രി. കാഞ്ഞിരക്കോട് സ്വകാര്യ ഫ്ളാറ്റിൽ നിന്ന് സെപ്റ്റിക് ടാങ്ക് ചോർന്നുള്ള മലിനജലം കെട്ടിക്കിടന്ന 15 കുടുംബങ്ങൾ ദുരിതത്തിൽ. പരാതി നൽകിയിട്ടും ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മുഖ്യ യജമാനനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഇടതുകൈയിൽ അമ്പും വലതുകൈയിൽ വില്ലുമായി സർവാഭരണഭൂഷിതനായ രാംലല്ലയെ പ്രധാനമന്ത്രി നമസ്കരിച്ച് പുഷ്പാർച്ചന നടത്തി. ഉച്ചയ്ക്ക് 12:20-നും 12:30-നും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടന്നത്. വായുസേനയുടെ നേതൃത്വത്തിൽ പുഷ്പവൃഷ്ടി നടത്തി. നാളെ മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി പ്രമുഖരാണ് അയോധ്യയിൽ എത്തിയത്. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന പൂജയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വടക്കുനാഥ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും അന്നദാനവും നടന്നു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ചേർപ്പ് മേഖലയിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിൽ ഭജന നടന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൊതുജനങ്ങൾക്ക് തത്സമയം വീക്ഷിക്കുന്നതിനുള്ള സൗകര്യവും ക്ഷേത്രനടയിൽ ഒരുക്കിയിരുന്നു. ആറാട്ടുപുഴ ശാസ്താക്ഷേത്രം, ചേർപ്പ് ഭഗവതി ക്ഷേത്രം, ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ രാവിലെ 10 മണി മുതൽ ആരംഭിച്ച ഭജന 1 മണി വരെ തുടർന്നു. പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠയുടെ ഭാഗമായി മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രത്തിൽ പ്രതീകാത്മക ശ്രീരാമ പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസൻ എന്നിവർ പങ്കെടുത്തു. കൊരട്ടി ഖന്നാനഗറിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. 2 മക്കളെയും ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഖന്നാനഗർ കൊഴുപ്പള്ളി വീട്ടിൽ 40 വയസ്സുള്ള ബിനുവാണ് ഭാര്യ 38 വയസ്സുള്ള ഷീജയെ വീടിനകത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. മകൻ അഭിനവ്, മകൾ അനുഗ്രഹ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇതിൽ അഭിനവിന്റെ പരിക്ക് ഗുരുതരമാണ്. തിങ്കളാഴ്ച രാവിലെ 5 മണിയോടെയാണ് സംഭവം. കിടപ്പുമുറിയിൽ വെച്ച് ഷീജയുടെ കഴുത്തിൽ ബിനു കത്തികൊണ്ട് വരയുകയായിരുന്നു. ആഴത്തിൽ മുറിവേറ്റ ഷീജ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു. മക്കളാണ് ബിനുവിന്റെ ജ്യേഷ്ഠൻ ബിനോയിയെ വിവരം വീട്ടിൽ ചെന്ന് അറിയിച്ചത്. ഇയാൾ വീട്ടിൽ വന്ന് നോക്കുമ്പോഴേക്കും ഷീജ മരിച്ചിരുന്നു. ഇതിനു മുൻപ് ബിനു ഓടിപ്പോയി. ഇതിനിടയിൽ തളർന്നു വീണ അഭിനവിനെയും ഒപ്പം അനുഗ്രഹയെയും ബിനോയിയും അയൽവാസികളും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ബിനു ട്രെയിന് മുന്നിൽ ചാടി മരിച്ച വിവരം ലഭിച്ചത്. 1 കിലോമീറ്റർ അകലെ കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനു സമീപത്തെ റെയിൽവേ ട്രാക്കിലായിരുന്നു ഇയാൾ ജീവനൊടുക്കിയത്. സാമ്പത്തിക പ്രശ്നമാണ് ബിനുവിനെ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. ചാലക്കുടി DYSP PS സിനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇവിടെ ബിനു ഷീജ ദമ്പതികളാണ്. ബിനു രാവിലെ വെളുപ്പിനാണ് സംഭവം ഉണ്ടായിരിക്കണേ. ഇവിടെ ഇവരുടെ ഒരു കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന് രാവിലെ 5:30 കുട്ടികളെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും ഓടി അമ്പലത്തിൽ ചെന്നപ്പോഴാണ് അവിടെ അടുത്തുള്ളവരൊക്കെ ഈ സംഭവം അറിഞ്ഞത്. അവരപ്പോൾ തന്നെ കുട്ടികളെ 2 പേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഷീജ മരിച്ചിരുന്നു വെട്ടിയിട്ട്. കുട്ടികളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ മൂത്ത കുട്ടീനെ സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടുന്ന് ഇപ്പോൾ അപ്പോളയിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. മൂത്ത കുട്ടിക്ക് ഇത്തിരി സീരിയസ് ആണ്. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയില്ല. സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ട് ഇവർക്ക്. കുറച്ച് നാളുകളായിട്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പുനീർകുളം കുരഞ്ഞിയൂരിൽ ചകിരി കമ്പനിയിൽ വൻ തീപിടുത്തം. തീ ഉയർന്നത് കണ്ട ചകിരി കമ്പനിയിലെ വനിതാ ജീവനക്കാർ ഇറങ്ങിയോടി. ഫൈബർ കെമ്പ് എന്ന ചകിരി സ്ഥാപനത്തിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത്. സംഭവ സമയത്ത് 5 വനിതാ തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. കുന്നംകുളം സ്വദേശി ജിയോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കമ്പനി. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗർ, അസിസ്റ്റന്റ് ഫയർ ഓഫീസർ രാജ സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി.
കമ്പനിയിലെ മെഷീനറികളും റോ മെറ്റീരിയൽസും പൂർണ്ണമായും കത്തിനശിച്ചു. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി സ്ഥാപന ഉടമ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ശുദ്ധത അനിവാര്യമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വകുപ്പ് ഏതായാലും നീതി പുലർത്തണം, രാഷ്ട്രീയ വഞ്ചനയും അഴിമതിയും പാടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് CR വത്സൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TV വർഗീസ്, CD ജോസ്, സന്തോഷ് ലാൽ എന്നിവർ സംസാരിച്ചു. കാഞ്ഞിരക്കോട് സ്വകാര്യ ഫ്ളാറ്റിൽ നിന്ന് സെപ്റ്റിക് ടാങ്ക് ചോർന്നുള്ള മലിനജലം കെട്ടിക്കിടന്ന 15 കുടുംബങ്ങൾ ദുരിതത്തിൽ. സ്വകാര്യ ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. തോട്ടുപാലം റേഷൻ കടയ്ക്ക് സമീപത്ത് നിർമ്മിച്ചിരിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റിലെ സെപ്റ്റിക് ടാങ്കാണ് ചോർന്നൊലിക്കുന്നത്. ജനവാസ മേഖലയിലാണ് ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത്. രൂക്ഷമായ ദുർഗന്ധമാണ് ഇവിടെ നിന്നും വമിക്കുന്നത്. പകർച്ചവ്യാധികൾക്കും മറ്റ് രോഗങ്ങൾക്കും വഴിയൊരുക്കുന്ന പ്രവൃത്തിക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇപ്പൊ അതിലത്തെ വേസ്റ്റ് മുഴുവൻ വീട്ടുകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ അവിടെ നമ്മൾ കണ്ടില്ലേ, അതായത് ഒരു കുളം കെട്ടി നിൽക്കുന്ന പോലെ വെള്ളം അത്രയും കെട്ടി നിൽക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് അത് കാരണം പകർച്ചവ്യാധികളൊക്കെ വന്നിട്ട് ഡെയിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അപ്പോൾ മാത്രമല്ല വീട്ടിലത്തെ വെള്ളങ്ങളിലൊക്കെ അത് വന്നിട്ട് വെള്ളമൊക്കെ മലിനമായി തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. ഇപ്പൊ അതിന്റെ ഉടമസ്ഥനോട് നമ്മൾ പല പ്രാവശ്യം അത് പരാതി പറഞ്ഞിട്ടും അയാള് ഇങ്ങോട്ട് വരിക, നോക്കുക, അതിനെ കുറിച്ചിട്ട് ഒരു വേണ്ട പരിഗണന എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. മലിനജലം കെട്ടിനിൽക്കുന്നതിനെ കുറിച്ച് ഫ്ളാറ്റ് ഉടമയോട് നിരവധി തവണ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ദുർഗന്ധം മൂലം പരിസരത്ത് താമസിക്കുന്നതിനോ അതുവഴി സഞ്ചരിക്കുന്നതിനോ പറ്റാത്ത അവസ്ഥയാണുള്ളത്. തൊട്ടടുത്തുള്ള ജലസ്രോതസ്സുകളിലെ വെള്ളം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവരുടെ ശരീരത്തിൽ ചൊറിച്ചിലും അലർജിയും അനുഭവപ്പെടുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും പരാതി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അടിയന്തരമായി ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV എരുമപ്പെട്ടി. നഷ്ടപ്പെട്ട ചെറു അവയവങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ കോസ്മെറ്റിക് പുനഃസ്ഥാപന ചികിത്സ ആരംഭിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R. ബിന്ദു. നിപ്മറിലെ പ്രോസ്തെറ്റിക് ഓർത്തോട്ടിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പൊതുമേഖലയിൽ നൂതന സേവനത്തിന് തുടക്കം കുറിക്കുന്നത്. മൈക്രോ സർജറി മൂലം തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ട ചെറു അവയവങ്ങൾക്ക് പകരം സിലിക്കൺ കൊണ്ടുള്ള കോസ്മെറ്റിക് അവയവങ്ങളാണ് നിർമ്മിച്ച് നൽകുക. ഒറ്റനോട്ടത്തിൽ കൃത്രിമ അവയവമാണെന്ന് തോന്നിക്കാത്ത തരത്തിൽ ഓരോ വ്യക്തിയുടെയും ചർമ്മത്തിന്റെ നിറത്തിന് അനുയോജ്യമായാണ് അവയവങ്ങൾ നിർമ്മിക്കുക എന്നും മന്ത്രി പറഞ്ഞു. ചേലക്കരയിൽ കാണാതായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര വെങ്ങാനല്ലൂർ പട്ടാണിപ്പറമ്പിൽ താമസിക്കുന്ന കുളങ്ങര വീട്ടിൽ 49 വയസ്സുള്ള രാജഗോപാലിനെയാണ് ചേലക്കര ഭൂതംകോട്ട് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ശനിയാഴ്ച വൈകിട്ടോടെ ഇയാളെ കാണാതാവുകയും തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത നാടായി കേരളം മാറുകയാണെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ. സർദാർ ദിനത്തിന്റെ ഭാഗമായി എടത്തുരുത്തി പുളിഞ്ചോട്ടിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുകയും അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് ആശയം ഇല്ലാതാക്കുക എന്നതുമാണ് BJPയുടെ ലക്ഷ്യം. എന്നാൽ നാടിനെതിരെ നീങ്ങുന്ന BJPക്കൊപ്പം ചേരുകയാണ് UDFും കോൺഗ്രസും ചെയ്യുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംഘാടക സമിതി ചെയർമാൻ PK ഷാജു അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ്, ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ്, TP രഘുനാഥ്, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് എന്നിവർ സംസാരിച്ചു. കേരളം വ്യത്യസ്തമാകുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് നാം കാണിച്ചു. കാണാൻ വേണ്ടിയുള്ള ഇടപെടലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പാവപ്പെട്ട ആളുകൾക്കും പെൻഷൻ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ. ഒരു മാസം വൈദ്യപ്പള്ളിക്കും ചട്ടിയെടുത്ത് ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് തെണ്ടാൻ പറഞ്ഞു. അഴിമതി സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA പറഞ്ഞു. കേരള ദളിത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സിൽ കേരള ഫണ്ട് ചിലവഴിച്ചതല്ലാതെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കരിങ്കൊടി സമരങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിച്ചത്.
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ടുകളും ഭവന നിർമ്മാണ പദ്ധതികളും സർക്കാർ അട്ടിമറിച്ചതായും അനൂപ് ജേക്കബ് കൂട്ടിച്ചേർത്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് വാസു കാരാട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽകുമാർ, പാർട്ടി ചെയർമാൻ വാക്കാനാട്ട് രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് PL അരുൺകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പരിപാടി എന്ന നിലയിൽ ഇന്ന് നടത്തണമെന്ന ഒരു തീരുമാനം എടുക്കുകയും പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കുന്ന കരട് വിജ്ഞാപനം പിൻവലിക്കുക, സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആം ആദ്മി പാർട്ടി പ്രക്ഷോഭം നടത്തുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് പ്രദേശം തീരദേശ പരിപാലന പ്രകാരം ബഫർ സോണിൽ ഉൾപ്പെടുത്തുകയും തീരദേശവാസികൾക്ക് സ്വന്തം സ്ഥലത്ത് ഒരു വീട് വയ്ക്കാനോ വീടുകൾ പുതുക്കിപ്പണിയാനോ സാധിക്കാത്ത അവസ്ഥ വരുമെന്നും പ്രവർത്തകർ പറഞ്ഞു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച 3-ന് ഏനാമാവ് കെട്ടിൽ നിന്നും ആരംഭിക്കുന്ന പെരിങ്ങാട് പുഴ സംരക്ഷണ വാഹന ജാഥ പാവറട്ടി ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. തുടർന്ന് പാവറട്ടി സെന്ററിൽ നടക്കുന്ന പൊതുയോഗത്തിൽ സാമൂഹ്യ സാംസ്കാരിക മത സംഘടനകളിലെ പ്രമുഖർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് CS ഉണ്ണികൃഷ്ണൻ, മണലൂർ മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോസ്, സെക്രട്ടറി NT അലി എന്നിവർ പങ്കെടുത്തു. PDP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമം PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി TM മജീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കക്കാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി രാജീമണി, ജില്ലാ സെക്രട്ടറി മുസ്തഫ പുലിക്കണ്ണി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സൈനുദ്ദീൻ കൊടകര, ഡോക്ടർ കബീർ മൗലവി, ജോയിന്റ് സെക്രട്ടറിമാരായ ജൻസൺ ആലപ്പാട്, റഷീദ് വാടാനപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. മാള പൂപ്പത്തിയിൽ കാറിടിച്ച് വ്യാപാര സ്ഥാപനം തകർന്നു. ചുണ്ടങ്ങാപ്പറമ്പിൽ ഗോപിയുടെ സ്ഥാപനത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി കാറിടിച്ച് കയറിയത്. സംഭവത്തിൽ കടയുടെ ഷട്ടറടക്കം മുൻഭാഗം തകർന്നു. കാറിൽ യാത്ര ചെയ്തിരുന്നവർക്ക് പരിക്കില്ല. രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പ്രചരണാർത്ഥം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റിക്കർ ക്യാമ്പയിൻ ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, അഡ്വക്കേറ്റ് TS മായാദാസ്, ജെയ്സൺ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം ശ്രീകുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പ്രണവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രമിത പ്രമോദ്, പ്രദീപ് കൊണ്ടേരി, വിബ്സിൻ V ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 27-നാണ് ഉത്സവം. അധികാര രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി സ്ത്രീ സുരക്ഷാ ശാക്തീകരണത്തിന്റെ പേരിൽ ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്ന കപട വാഗ്ദാനങ്ങളിൽ സഹോദരിമാർ പ്രലോഭിതരാകരുതെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് പറഞ്ഞു. തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫാമിലി കോൺഫറൻസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിലാണ് ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, NK അക്ബർ MLA, UAE ഇസ്ലാഹി സെന്റർ സെക്രട്ടറി ഷംസുദ്ദീൻ ഹൈദർ എന്നിവർ പങ്കെടുത്തു. കോളേജ് വിദ്യാർത്ഥിയെ ബസ് ജീവനക്കാരൻ മർദ്ദിച്ചതായി പരാതി. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന പുതുക്കാട് സ്വദേശി തെക്കേവീട്ടിൽ വിഷ്ണു രമേശിനാണ് മർദ്ദനമേറ്റത്. ചോറ്റാനിക്കര അമ്മ എന്ന ബസ്സിലെ ക്ലീനറാണ് വിഷ്ണുവിനെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ വിഷ്ണുവിന്റെ പല്ലിനും മോണയ്ക്കുമാണ് പരിക്കേറ്റത്. വിഷ്ണു ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. നിർധന കുടുംബത്തിലെ അംഗമായ വിഷ്ണു പിതാവിന്റെ മരണശേഷം പഠന സമയം കഴിഞ്ഞ് രാത്രി 9 മണിവരെ സൊമാറ്റോയിൽ ജോലിയെടുത്താണ് കുടുംബം പോറ്റുന്നത്. സംസ്ഥാന PTA ആണ് വിഷ്ണുവിന്റെ പഠന ചെലവുകൾ വഹിക്കുന്നത്. ഞാൻ സെൻറ് തോമസ് കോളേജിലൂടെ വരുമായിരുന്നു. ഞാൻ സെൻറ് തോമസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ വഴി വരുമ്പോൾ ഞാൻ കോളേജിൻ്റെ ഗേറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഗേറ്റ് എത്തിയപ്പോൾ ഞാൻ ലെഫ്റ്റിൽ കൂടെയാണ് വണ്ടി എടുത്തത്. അപ്പോൾ റൈറ്റിലുണ്ടായിരുന്ന ഒരു ബസ് എന്തിനാണ് ലെഫ്റ്റിൽ കൂടെ എടുക്കണമെന്ന് പറഞ്ഞാൽ ചൂടായി ആളിറങ്ങി വന്നു. കുറച്ച് തെറിയൊക്കെ പറഞ്ഞു. എന്നെ അടിക്കാനായിട്ട് അടിച്ചില്ല, പകരം എൻ്റെ വണ്ടിയുമ്പോൾ ഒന്ന് ചവിട്ടി.
ചവിട്ടിയിട്ട് നമ്പർ പ്ലേറ്റൊക്കെ ആകെ ചളിങ്ങി. എന്നിട്ട് ആൾ വണ്ടിയുടെ ചാവി ഊരികൾ പോയി. അപ്പോൾ ബസ്സുമ്മ കയറിയപ്പോൾ എൻ്റെ വണ്ടി ചാവി തിരിച്ചിട്ടായിട്ട് ഞാൻ ആളെ പിടിച്ചപ്പോൾ കിട്ടിയത് മുണ്ടായിരുന്നു. മുണ്ട് ഞാൻ പിടിച്ച് വലിച്ചു. അപ്പോൾ മുണ്ട് എൻ്റെ കയ്യിലായി. അപ്പോൾ ആ ദേഷ്യത്തിന് ആൾ ഇറങ്ങി വന്നിട്ട് വണ്ടിയുടെ ചാവി വലിച്ചെറിഞ്ഞ് എൻ്റെ മൂക്കിൽ ഈ വായയുടെ ഇവിടെയായിട്ട് വന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പല്ലിൻ്റെ ഇവിടെ ഇളക്കവും പല്ലാകെ മൊത്തം പോയി കിടക്കും. സ്റ്റേഷനിൽ ഇപ്പോൾ വന്ന് പരാതി കൊടുത്തു. ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച അനക്കണ്ട, മാറുന്നു പറഞ്ഞു. പക്ഷെ അനക്കാണ്ട് കഴിക്കണം, കട്ടിയുള്ള ഭക്ഷണമൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. CPI ചാത്തേടത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി സുധീർ ഗോപിനാഥിനു നേരെയുണ്ടായ കയ്യേറ്റത്തിലും വധഭീഷണിക്കുമെതിരെ പ്രതിഷേധ യോഗം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി CC വിപിനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KG ശിവാനന്ദൻ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, CPM ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ് എന്നിവർ സംസാരിച്ചു. പരാതി കൊടുത്തപ്പോൾ 2 പേർ, ഞാൻ അവരുടെ പേര് ഓർക്കുന്നില്ല, 2 തണ്ടാംകുളത്തെ BJP പ്രവർത്തകർക്കെതിരായിട്ടാണ്, സുധീറിനെ കയ്യേറ്റം ചെയ്ത പ്രവർത്തകർക്കെതിരായിട്ടാണ് അന്ന് പരാതി കൊടുത്തത്. പെരിഞ്ഞനം പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി രോഗി ബന്ധു സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു നടപടി കൂടി നമ്മൾ ആലോചിച്ച് വരുന്നു. എന്നിരുന്നാൽ എത്ര തന്നെ ആയാലും നമ്മളുടെ ഒരു പരിചരണം എന്ന് പറയുന്നത് ഇനിയുണ്ടാവും. നിങ്ങൾക്ക് KV അബ്ദുൽ അസീസ് അനുസ്മരണ വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന KV അബ്ദുൽ അസീസ് അനുസ്മരണ പുരസ്കാരത്തിനുള്ള നോമിനേഷനുകൾ സ്വീകരിച്ചു തുടങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ മികച്ച 2 ആരോഗ്യ പ്രവർത്തകർക്കും 2 സാമൂഹ്യ പ്രവർത്തകർക്കും 2 വിദ്യാഭ്യാസ പ്രവർത്തകർക്കും 50,000 രൂപ വീതമുള്ള പുരസ്കാരങ്ങളാണ് നൽകുന്നത്. പുരസ്കാരം ഫെബ്രുവരി 28-ന് സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ കൺവീനർ MH മുഹമ്മദ് ബഷീർ, സെക്രട്ടറി K രാധാകൃഷ്ണൻ, K ജയരാജൻ, MM അബ്ദുൽ ജബ്ബാർ, ഷാജി എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, KSSPU ബ്ലോക്ക് സെക്രട്ടറി PK സജീവൻ, ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപവൽക്കരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, കില അസിസ്റ്റന്റ് ഡയറക്ടർ KPN അമൃത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സനല ഉണ്ണികൃഷ്ണൻ, ദിവ്യ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായും പൂർണ്ണമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് എന്ന നിലയിൽ കാട്ടൂർ പഞ്ചായത്തിലെ 6-8 വാർഡുകളിലെ അംഗൻവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 8ാം വാർഡിൽ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 6ാം വാർഡിലെ അംഗൻവാടി പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുന്നത്. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VM കമറുദ്ദീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അമിത മനോജ്, ICDS സൂപ്പർവൈസർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കുഴൂർ അമ്പ് ഗ്രാമത്തിലെ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, PS സന്തോഷ് കുമാർ, സേതുമോൻ ചിറ്റേത്ത്, റോസ്മി രാജു, ജിയോ മാളക്കാരൻ, ബെന്നി പടയാട്ടി എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിത്രരചന ക്ലാസ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, മെമ്പർ മുഹമ്മദ് കുട്ടി ആദൂർ എന്നിവർ സംസാരിച്ചു. ചിത്രകലാ അധ്യാപകരായ ഷനിൽ മാധവ്, K വിജയൻ എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി MUALP സ്കൂളിൽ നടന്ന കുട്ടികളുടെ പാർലമെന്റ് ശ്രദ്ധേയമായി. ജില്ലാ പഞ്ചായത്തിന്റെ തദ്ദേശ സമേതം
പരിപാടിയുടെ ഭാഗമായാണ് സ്കൂളിൽ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചത്. പാവറട്ടി പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് MUALP സ്കൂൾ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഒത്തുചേർന്നത്. കുട്ടികളെ 7 ഗ്രൂപ്പുകളാക്കി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി. വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റേറിയന്മാർ സഭയിൽ അവതരിപ്പിച്ചു. മാസ്റ്റർ അബ്ദുൽ ഹസീബിനെ കുട്ടികളുടെ സ്പീക്കറായും മാസ്റ്റർ ഹനീൻ ഹംസയെ ഡെപ്യൂട്ടി സ്പീക്കറായും തെരഞ്ഞെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TK അനിൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ TC മോഹനൻ, സീമ ഷാജു, സ്വപ്ന ആന്റണി എന്നിവർ സംസാരിച്ചു. പേരാമ്പ്ര സെയിന്റ് ആന്റണീസ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ മുന്നോടിയായി ഈ മാസം 26-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തലമുറകൾ ഒത്തുചേരുന്ന സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്കൊപ്പം പൂർവ്വ അധ്യാപകർ, മുൻ മാനേജർമാർ, മുൻ PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി, പ്രധാനാധ്യാപിക ML റിനി, OSA പ്രസിഡന്റ് AJ സാനി, പബ്ലിസിറ്റി കൺവീനർ ജിജോ ഉറുവത്ത് എന്നിവർ പങ്കെടുത്തു. സഹ്റ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെറുമനങ്ങാട് സഹ്റ ഗ്ലോബൽ സ്കൂളിൽ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ആർട്ട് ഹോളിക് ഫെസ്റ്റിവൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9:30-ന് മുതിർന്ന പൗരന്മാരും കുട്ടികളും തമ്മിൽ സംവദിക്കുന്ന ഗ്രാൻഡ് പേരൻസ് മീറ്റ് നടക്കും. മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ അഡ്മിൻ മാനേജർ മഹമ്മൂദ് അലി നയീമി, ട്രസ്റ്റ് ചെയർമാൻ PB അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി ഹാഫിൽ നൌഷാദ് സഖാഫി, സെക്രട്ടറി KM ഷമീർ, കൺവീനർ PS സിദ്ദീഖ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം ശത്രുതാപരമായി നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി പെൻഷൻകാർക്ക് വർഷങ്ങളായി ലഭിക്കാനുള്ള പെൻഷൻ പരിഷ്കരണ ക്ഷേമാശ്വാസ കുടിശ്ശിക വൈകുന്നതിന് കാരണമാകുന്നതായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് സമ്മേളനം കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KI പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. KM ശിവരാമൻ, KO പുറിഞ്ചു, T ബാലകൃഷ്ണമേനോൻ, IR ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൽ വാർഡിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ടൈലറിംഗ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. കുടുംബശ്രീ CDS നവജ്യോതി ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടൈലറിംഗ് യൂണിറ്റ് CDS ചെയർപേഴ്സൺ സുനിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ ബിന്ദു സുരേന്ദ്രൻ, സുശീല ഉണ്ണികൃഷ്ണൻ, ലൈല ബഷീർ, അശ്വതി സുബീഷ്, നിഷ ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നിയൂർക്കുളം സംഗമം അയൽക്കൂട്ടത്തിന്റെ 5ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അണ്ടത്തോട് സൗഹൃദ നഗറിൽ നാട്ടുചന്ത നടത്തി. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ P പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി എടക്കഴിയൂർ ഏരിയ പ്രസിഡന്റ് അബ്ദുൽ സമദ് അണ്ടത്തോട് അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ വനിതാ കൺവീനർ ജമീല, വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കമാൽ, വുമൺ ജസ്റ്റിസ് പഞ്ചായത്ത് പ്രസിഡന്റ് ലുബിന ബക്കർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മുഖ്യ യജമാനനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. കൊരട്ടി ഖന്നാനഗറിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ 2 മക്കൾക്കും വെട്ടേറ്റു. ഒരാളുടെ നില ഗുരുതരം. പൊന്നിയൂർക്കുളം കുരഞ്ഞിയൂരിൽ ചകിരി കമ്പനിയിൽ വൻ തീപിടുത്തം. കമ്പനിയിലെ മെഷീനറികളും അസംസ്കൃത വസ്തുക്കളും പൂർണ്ണമായും കത്തിനശിച്ചു. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കും. രാഷ്ട്രീയത്തിൽ ശുദ്ധത അനിവാര്യമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രാഷ്ട്രീയ വഞ്ചനയും അഴിമതിയും പാടില്ലെന്നും മന്ത്രി. കാഞ്ഞിരക്കോട് സ്വകാര്യ ഫ്ളാറ്റിൽ നിന്ന് സെപ്റ്റിക് ടാങ്ക് ചോർന്നുള്ള മലിനജലം കെട്ടിക്കിടന്ന 15 കുടുംബങ്ങൾ ദുരിതത്തിൽ. പരാതി നൽകിയിട്ടും ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.